എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെ റോസാച്ചെടിയിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ തളർപ്പുകളും പൂക്കളും ഒക്കെ വന്ന് നിറയാനായിട്ടുള്ള നല്ല ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. അതിന് മുമ്പായിട്ട് നമ്മുടെ റോസാച്ചെടിയിൽ പെട്ടെന്ന് മുരടിപ്പ് ബാധിക്കാറുണ്ടല്ലേ? പ്രത്യേകിച്ച് നഴ്സറി ബഡ് റോസിലാണ് ബാധിക്കാറുള്ളത്. നമ്മുടെ വീട്ടിലെ റോസിനെക്കാട്ടിയും ചെടിച്ചട്ടിയിൽ വെക്കുന്ന റോസിനൊക്കെ പെട്ടെന്ന് മുരടിപ്പ് ബാധിക്കും. ആദ്യമൊക്കെ പൂക്കൾ തന്നെങ്കിലും പിന്നെ അത് മുരടിപ്പ് ബാധിച്ച റോസ് നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് രീതിയിലുള്ള കീടനാശിനി പ്രയോഗം ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ജൈവ കീടനാശിനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഒന്ന്, വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ചതച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഫംഗൽ ഡിസീസും ഇലകളുടെ മഞ്ഞളിപ്പ് മാറാനായിട്ടും കീടശല്യം മാറാനായിട്ടും മുരടിപ്പ് മാറാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വേപ്പെണ്ണ, ഒരു 5 മില്ലി വേപ്പെണ്ണ എടുത്തിട്ട് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അരിച്ചെടുക്കുക. അത് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ മാറി ഇതുപോലെ മാറി സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം ഒരുമിച്ചല്ല, അപ്പോൾ മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതും നമ്മുടെ ചെടികളുടെ കീടശല്യം കുറയാനായിട്ടും മുരടിപ്പ് മാറാനായിട്ടും ഒത്തിരി നല്ലതാണ്. പിന്നെ എക്സോഡസ് മിക്കവർക്കും അറിയാം. അപ്പോൾ എക്സോഡസ് നമ്മൾ വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അതൊരു കടൽപ്പായയിൽ നിന്നുണ്ടാക്കുന്ന ഒരു സൊല്യൂഷനാണത്. അപ്പോൾ അത് നല്ലതാണ്. നമ്മളത് ഓൺലൈനിൽ അടിച്ചാൽ എക്സോഡസ് എന്ന് അടിച്ചാൽ വരും. അതിൽ മേടിച്ചിട്ട് മാക്സിമം 1.5 മില്ലി അല്ല 2 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റോസാച്ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരികയും നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവുകയും ഉണ്ടാകുന്ന പൂക്കൾ നശിച്ചു പോകാതിരിക്കുകയും മുട്ടുകളൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ജൈവ വളങ്ങളും കൊടുക്കണം. ഒരു പ്രാവശ്യം നമുക്ക് ഒരു രാസവളം കൊടുത്താൽ ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം കൊടുക്കാം. രാസവളം ഞാൻ എപ്പോഴും കൊടുക്കുന്നത് NPK 19 എന്ന രാസവളമാണ്. ഇത് ചോട്ടിലിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലുള്ളതും വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതുമായിട്ടൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പുതിയ തളിർപ്പുണ്ടാണ്. നമുക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ കീടനാശിനി പ്രയോഗം ചെയ്യാനായിട്ട്. അപ്പോൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് പ്രൂൺ ചെയ്തിട്ട് വേണം നമുക്ക് മുരടിച്ച ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസർ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ബാക്കി വന്ന ചെറുപഴമോ ഏതെങ്കിലും പഴം, അപ്പോൾ കുറച്ച് ചെറുപഴം ബാക്കി വന്നിട്ടുണ്ട്. ഞാനിത് മിക്കവാറും ചെയ്ത് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ചീഞ്ഞ പഴം ഉണ്ട്, ഇനി കളയണ്ട. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ അടച്ച് നല്ലപോലെ അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം ഏതെങ്കിലും ഒരു പാത്രമായിരിക്കണം കേട്ടോ. കാറ്റ് കയറരുത്. അതുപോലെ തന്നെ പ്രാണികളൊന്നും കയറാത്ത രീതിയിലുള്ളൊരു പാത്രം തന്നെ എടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് പഴം ഇട്ട് കൊടുത്ത് മുറിച്ചിട്ട്, ചീഞ്ഞ പഴമാണ് കേട്ടോ, ഫ്രഷ് പഴമൊന്നുമല്ല. അപ്പോൾ ഫ്രഷ് പഴം ഉള്ളെങ്കിൽ അത് വിടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ബാക്കി വന്ന പഴം കളയാതെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറേ മുട്ടത്തോടും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഒരു 3-4 മുട്ടത്തോടെ പൊടിച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ശർക്കര, നാരങ്ങ വലിപ്പത്തിലുള്ള ശർക്കരയുടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ശർക്കര നമ്മുടെ മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അത് മുരടിപ്പൊക്കെ മാറാൻ സഹായിക്കുന്നു. ഇല മഞ്ഞളിപ്പൊക്കെ മാറാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാകാനും ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴത്തൊലി NPK ധാരാളം അടങ്ങിയിട്ടുണ്ട് പഴത്തിലൊക്കെ. അപ്പോൾ അതും നല്ലതാണ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് ഞാൻ 4 ദിവസം പുളിപ്പിക്കാൻ വെച്ച് നല്ലപോലെ പുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പം പുളിപ്പിക്കാൻ വെക്കുമ്പോൾ നല്ല അടച്ച് വെക്കുക. പ്രാണികളൊന്നും കയറാതെ ഈച്ചകളൊന്നും കയറാതെ 2 ദിവസം കൂടുമ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. നേരത്തെ വെള്ളം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അരിച്ചെടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരിച്ചെടുക്കുക. എന്നിട്ടൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം വീര്യം കൂടും. ഒരാഴ്ച അടച്ച് വെക്കുക. അതിൽ വീര്യം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നും 5 മില്ലി എടുത്തിട്ട് നമുക്ക് 2 ലിറ്ററോളം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്തോ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അന്നേരം കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പഴത്തിലെല്ലാം ഉടച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 3-4 ലിറ്റർ വെള്ളം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് മഴയില്ലാത്ത സമയം നോക്കി നമ്മുടെ റോസാച്ചെടി മുതൽ ഏത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്ന് മാറി മാറി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നേഴ്സറി ബഡ് റോസിനുള്ള ഈ പ്രശ്നം. അപ്പം അത് നല്ല കെയറിങ് ആവശ്യമാണ്. റോസകളൊക്കെ നല്ല വളം, ഒരുപാട് വളം ആഗ്രഹിക്കുന്ന ചെടിയുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാറി മാറി വളപ്രയോഗം ചെയ്യാം. ഒരുപാട് കട്ട കുത്തി മഴയുള്ള സമയത്തൊക്കെ നമുക്ക് വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ധാരാളം കൊലയായിട്ട് പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ വേറെ വല്ല ഇല്ലെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.